നെഗറ്റീവ് തിങ്കിങ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവായിരിക്കും. എന്നാൽ നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഡേ ടു ഡേ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നുമാണ് ഈ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. യാതൊരുവിധ പരിശീലനമോ യാതൊരുവിധ തയ്യാറെടുപ്പോ ഒന്നും കൂടാതെ തന്നെ വളരെ യാന്ത്രികമായി പെട്ടെന്ന് സ്വാഭാവികമായി സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് പ്രോസസ്സുകൾ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു സാഹചര്യത്തെയാണ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ബോസ് നിങ്ങൾ വൈകുന്നേരം 4 മണിക്കൊന്ന് കാണണം എന്ന രീതിയിൽ മെസ്സേജ് അയക്കുന്നു. അതൊരുപക്ഷെ ഇമെയിൽ ആകാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് അയക്കുന്നു. പെട്ടെന്ന് തന്നെ അത് നിങ്ങൾ ജോലിയിൽ സംഭവിച്ചിരുന്ന ഏതോ ഒരു പാകപ്പിഴവ് പുള്ളി കണ്ടെത്തിയെന്നും അതിനെ വഴക്ക് പറയുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ വിളിപ്പിക്കുന്നതെന്നും, അതല്ല ഈ വർഷത്തെ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നതിനും എൻ്റെ പ്രൊമോഷൻ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയാനാണെന്നും, അല്ലെങ്കിൽ എൻ്റെ ഇൻക്രിമെൻറ്റിന് തടസ്സം വരുന്ന എന്തോ കാര്യം അറിയിക്കാനാണെന്നും വിചാരിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു ഉദാഹരണമാണ്. ജോലി സ്ഥലത്ത് നടക്കുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരുപക്ഷെ നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് പരിചയമുള്ള ഒരാളിനെ കാണുന്നു. അയാൾ നമ്മളെ നോക്കി ചിരിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ എന്തോ കുഴപ്പം കൊണ്ടാണ് അയാൾ നമ്മളെ നോക്കി ചിരിക്കാത്തതെന്നും, എൻ്റെ രൂപവും ഭാവവും എൻ്റെ പെരുമാറ്റമൊന്നും അയാൾക്ക് മതിപ്പുളവാക്കാത്തത് കാരണമാണ് എന്നെ ഒഴിവാക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഇടപെടലുകളിൽ നടക്കുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. അങ്ങനെ ഇത് വളരെ സ്വാഭാവികമായി വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്നതിന് നമുക്ക് യാദൃശികമായ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് നടക്കുന്നതിന് വലിയ തെറ്റുകുറ്റങ്ങളൊന്നും പറയാനില്ല. പക്ഷേ ഇത് നിരന്തരമായി സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ നമ്മുടെ മനസ്സിലെ ചിന്തകൾ മാറും. ആ ചിന്തകൾ മാറുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങൾക്ക് മാറ്റമുണ്ടാകും. ആ വികാരങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും പിന്നീട് അത് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു തലത്തിലേക്ക് മാറുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് പ്രോസസ്സ് സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രാവിലെ വായിക്കുന്ന പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, അതിൽ ഏറ്റവും ആദ്യത്തെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെയെങ്കിലും സംഭവിച്ച ഒരു വളരെ കൂട്ട മരണമായിരിക്കാം ഒരുപക്ഷെ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, അതല്ലെങ്കിൽ എവിടെയെങ്കിലും സംഭവിച്ചിരിക്കുന്ന ദാരുണമായ ഒരു അപകടമായിരിക്കാം. അങ്ങനെ പല തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ ഡാർക്കായ വളരെ ക്രൂരമായ തരത്തിലുള്ള കുറേ കാര്യങ്ങളായിരിക്കും ന്യൂസ് പേപ്പറിൻ്റെ ആദ്യത്തെ ഫ്രണ്ട് പേജിൽ ഹെഡ്ലൈനായി അടിച്ചു വരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് എപ്പോഴും നമ്മുടെ ചുറ്റിനും നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഇവൻസിനെ കൂടുതൽ പിക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ആ ടെൻഡൻസി കാണിക്കുന്നത് പലപ്പോഴും നമ്മളെ ഒരു സേഫ് സോണിൽ നിർത്താനും അപകട കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും അലേർട്ടായി നിർത്തുന്നതിനും അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ബ്രെയിൻ, നമ്മുടെ തലച്ചോർ ഇത്തരത്തിൽ അലേർട്ടായി പ്രവർത്തിക്കുകയും എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളെ സർഫസിലേക്ക് കൊണ്ടുവന്ന് നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ മനസ്സിൽ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് വരുന്നത്, അല്ലെങ്കിൽ ആ തിങ്കിങ് പ്രോസസ്സ് സംഭവിക്കുന്നതും ഇതേ ലോജിക്കിൽ തന്നെയാണ്. ഇതല്ലാതെ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങൾ, ഒരുപക്ഷെ നെഗറ്റീവായി സംഭവിച്ചിട്ടുള്ള അനുഭവങ്ങളെ, പലപ്പോഴായി സംഭവിച്ചിട്ടുള്ള അനുഭവങ്ങളെ നമ്മൾ മുത്തുകൾ മാലയാക്കുന്നത് പോലെ കോർത്തിണക്കി ഒന്നിൻ്റെ മുകളിൽ ഒന്നായി അടുക്കി വെച്ച് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് അനുഭവം ഉണ്ടായാലും അതെല്ലാം തന്നെ നെഗറ്റീവായി പെർസീവ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് തന്നെ സ്വാഭാവികമായി സംഭവിക്കാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തെ ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിച്ച് കൂട്ടി വെക്കുന്ന പല കാര്യങ്ങളെയും പൊളിച്ചു കളയാനും അതിൽ നിന്ന് നമുക്കൊരു മനസ്സമാധാനം കിട്ടാനും ഈ പറയുന്ന അറിവ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് പ്രോസസ്സാണ് സ്വാഭാവികമായി നടക്കുന്നത് എന്നറിയണം. അതിനുശേഷം ഏതൊക്കെ തിങ്കിങ് പ്രോസസ്സാണ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ്ങിൽ നടക്കുന്നതെന്ന് അറിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമുക്ക് ഇഫക്റ്റീവായി മാനേജ് ചെയ്യാൻ കഴിയുന്നത് എന്നുകൂടി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന, അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആശ്വാസം കിട്ടുന്ന കുറേ കാര്യങ്ങൾ
നമുക്ക് തന്നെ ദിനം പ്രതി ഡേ ടു ഡേ ലൈഫിൽ പരിശീലിക്കാനും അതുവഴി നമുക്ക് നല്ല മനസ്സമാധാനം അച്ചീവ് ചെയ്യാനും സാധിക്കും. ആ വീഡിയോസ് ഇനി വരുന്ന ആഴ്ചകളിൽ 2 വീഡിയോ ആയി പോസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ഇൻ ലൈൻ വിത്ത് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.